നമ്മുടെ നാട്ടിൽ ബിയർ കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ബിയറിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത മദ്യത്തിൻ്റെ അത്രയും ആസക്തി അതിനില്ല, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അത്രയും കിക്ക് അതിന് വരില്ല. പുരാതന കാലഘട്ടം മുതലേ ബിയർ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് 7000 BC മുതൽക്കേ മനുഷ്യൻ ഈ ലോകത്തിൽ ബിയറുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ചോളം ഉപയോഗിച്ചിട്ടുള്ള ബിയറായിരുന്നു ആദ്യമേ കണ്ടെത്തിയിരുന്നത്. അത് ഗോഡൻ തെപ്പെ എന്ന സ്ഥലത്ത് ആയിരുന്നു കണ്ടുപിടിക്കപ്പെട്ടിരുന്നത്. അത് 5000 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അതല്ലാതെ തന്നെ മുന്തിരിക്ക കൊണ്ടുള്ള ബിയർ, നെല്ല് വാറ്റിയിട്ടുള്ള ബിയർ, പലതരത്തിലുള്ള ഫലങ്ങൾ വേവിച്ചിട്ട് അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന ബിയർ ഒക്കെ ലോകത്തിൽ പുരാതന കാലഘട്ടം മുതലേ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അന്തിമ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ: തലയ്ക്ക് കുറച്ച് ഒരു കിക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു മന്ദത പോലത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കുക. എല്ലാ വിഷമങ്ങളും മറന്നിട്ട് ഒന്ന് അബോധാവസ്ഥയിലിരിക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക, അത് കുറച്ച് നേരത്തേക്ക്. അങ്ങനെ സൃഷ്ടിച്ച് കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഞരമ്പുകൾക്കൊക്കെ ഒരു വലിച്ചിൽ കിട്ടും, ഒരാശ്വാസം കിട്ടും. ആ ഒരു മനഃശാസ്ത്രത്തിൻ്റെ പുറകിലിരുന്നുകൊണ്ടാണ് ബിയറും മദ്യവും ഒക്കെ ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിൻ്റെ അന്തിമ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ മനസ്സിനൊരു പ്രത്യേക ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്, ഒരു സ്വപ്ന ലോകത്തിലേക്ക് മനുഷ്യൻ കൊണ്ടുപോവുക എന്നുള്ളതാണ്. മയക്കുമരുന്നുകളും ആ ഒരു ആശയത്തിൻ്റെ പുറത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ മദ്യത്തിനെക്കാട്ടും കൂടുതലായിട്ട് ഇന്ത്യയിൽ ആളുകൾ ഉപയോഗിക്കുന്നത് മയക്കുമരുന്നുകളാണ്. അതും അതിൻ്റെ പുറകിലുള്ള സൈക്കോളജി ഇതാണ്: ഒരു പ്രത്യേക ലോകത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സമനില തെറ്റിപ്പോവും. അങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള യാഥാർത്ഥ്യം.